തിരുവനന്തപുരം പാലോടിലെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്തും കസ്റ്റഡിയിൽ. ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിൽ തുടരുകയാണ്. മരണം ആത്മഹത്യ തന്നെയെന്നാണ് സ്ഥിരീകരണം. യുവതിക്ക് മർദ്ദനമേറ്റതിന് തെളിവ് ലഭിച്ചതായും പോലീസ് പറയുന്നു. വിജിൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, ഈ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, അതിൽ മറ്റുള്ളവർക്കുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിലൊക്കെയാണ് അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. എന്താണ് അത് സംബന്ധിച്ച് പോലീസിൽ നിന്നും വ്യക്തമാകുന്ന കാര്യങ്ങൾ? പ്രിയ, പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ്, ഇന്ദുജ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലീസും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റിലുമൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഈ ഇന്ദുജയുടെ ശരീരത്തിൽ അടിയേറ്റ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. ഇതാണ് സംശയത്തിൻ്റെ നേരിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ വീട്ടുകാർ, അതായത് ഇന്ദുജയുടെ കുടുംബം തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. കൊലപാതകമാവാനുള്ള സാധ്യതയുണ്ട്, ഒപ്പം തന്നെ ഈ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ വീട്ടിലെത്തിയപ്പോൾ കണ്ടിരുന്നു എന്നൊക്കെ കുടുംബം പരാതിയിൽ പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. എന്തായാലും ഭർത്താവ് കഴിഞ്ഞ 2 ദിവസമായി കസ്റ്റഡിയിലാണ്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അഭിജിത്ത് വീട്ടിൽ എത്തിയപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഇന്ദുജയെ കണ്ടത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ചില കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയോടുകൂടി ഈ ഭർത്താവ് അഭിജിത്തിൻ്റെ സുഹൃത്ത് അജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. ഇയാളെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന പോലീസിൽ നിന്ന് അനൗദ്യോഗികമായൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഭർത്താവിൻ്റെ സുഹൃത്ത് അജാസാണ് ഇന്ദുജയെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആത്മഹത്യ നടക്കുന്നതിനും 2 ദിവസം മുമ്പ് കാറിൽ പോകുന്ന വഴിയിലായിരുന്നു അജാസ് മർദ്ദിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇവരുടെ 3 പേരുടെയും ഫോണുകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ മറ്റ് ഫോൺ കോളുകൾ ഉൾപ്പെടെയാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഫോണും കസ്റ്റഡിയിലെടുത്തു. ഒപ്പം തന്നെ ഇന്ദുജയുടെ ഫോണും കസ്റ്റഡിയിലെടുത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. ഒരുപക്ഷെ ഈ ഗാർഹിക പീഡനം ഉൾപ്പെടെ ഉണ്ടായോ, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായോ ഈ ആത്മഹത്യയിലേക്ക് നയിക്കാൻ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോലീസ് നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ തന്നെ നമ്മളോട് സംസാരിച്ച DYSP ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതും അതാണ്. ചില സൂചനകൾ ഒക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആത്മഹത്യ നടന്ന ശേഷം പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. തുടർന്നാണ് കുടുംബത്തിൻ്റെ പരാതിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ശേഷം ഈ ഭർത്താവ് അഭിജിത്തിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലിൽ ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിൽ തന്നെ ഭർത്താവിന് വെച്ചത്. അതിനുശേഷം ഇന്നലെ നൽകിയ ഈ ചോദ്യം ചെയ്യലിൽ അഭിജിത്ത് നൽകിയ മൊഴി പ്രകാരമാണ് ഈ അജാസാണ് മർദ്ദിച്ചത് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് അജാസിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിലുള്ള ദുരൂഹത ഇന്ന് തന്നെ നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ ഈ ആത്മഹത്യയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കാനും കഴിയും. അങ്ങനെ ഈ വിഷയത്തിൽ ഗാർഹിക പീഡനത്തിന് ഉൾപ്പെടെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് നിലവിൽ കടക്കുകയാണ്. പ്രിയ, ശരി. തിരുവനന്തപുരം പാലോടിലെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്തും കസ്റ്റഡിയിലായിരിക്കുകയാണ്. അന്വേഷണം ഇവരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മുൻപോട്ട് പോകുന്നു. ഇവർക്ക് ഈ കുട്ടിയുടെ മരണം ആത്മഹത്യയാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള കാരണമാണ് ഇനി കണ്ടെത്തേണ്ടത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് വിജിൻ നൽകിയത്.